കോഴിക്കോട് വടകര അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണറിടിഞ്ഞ അപകടത്തിൽ കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തുവന്നിരുന്നു. അഭിജിത്ത് മുഴക്കുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, പുതിയ വിവരങ്ങളുണ്ടോ? അഭിജിത്ത്, ഏറെ ദുഃഖകരമായ ഒരു സംഭവം. അല്പസമയം മുൻപാണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ അപകടമുണ്ടാകുന്നത് ഏതാണ്ട് 12:30 മണി സമയത്താണ്. അവിടെ ഈ അഴിയൂരിൽ ഒരു കിണറിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 6ഓളം തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. കനത്ത മഴയുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കിണറിടിഞ്ഞ് ഈ തൊഴിലാളികളുടെ ശരീരത്തിലേക്ക് പതിക്കുന്നത്. 2 തൊഴിലാളികൾ ഈ കിണറിനടിയിൽ തന്നെ കുടുങ്ങിപ്പോയി. മറ്റ് 4 പേർക്ക് അപ്പോൾ തന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു. ആ 2 തൊഴിലാളികളിൽ ഒരാളെ ഉടൻ തന്നെ നാട്ടുകാരും മറ്റ് തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി. പക്ഷേ മറ്റൊരാൾ അടിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നാലെ മാഹിയിൽ നിന്നും വടകരയിൽ നിന്നുമെല്ലാം ഫയർഫോഴ്സ് എത്തി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്ത് ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു തീവ്രമായ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കരിയാട് സ്വദേശിയായ രതീഷാണ് മരിച്ചത്. ഒപ്പം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വേണു എന്നൊരാളാണ്. അദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ചികിത്സയ്ക്കായി തലശ്ശേരിയിലെ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലയിൽ വലിയ മഴ പെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം നിർമ്മാണ പ്രവൃത്തികളൊക്കെ നിർത്തിവെക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കിണർ നിർമ്മാണവുമായി ഈ തൊഴിലാളികൾ മുന്നോട്ട് പോയത് എന്ന് നമുക്കറിയില്ല. രാവിലെയും മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ എല്ലാ മേഖലയിലും കനത്ത മഴയാണ്. ഇപ്പോഴാണ് ഈ നഗരപ്രദേശത്ത് അല്പമൊന്ന് മഴ ശമിച്ചിട്ടുള്ളത്. പക്ഷേ പലയിടങ്ങളിലായി മലയോര മേഖലകളിലൊക്കെ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഏതായാലും ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. സമീപത്തെ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ടി കെ. ശരി, അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.